ഗായ്സ്, അപ്പോൾ ഇന്ന് ഒരു വിഷു മേക്കപ്പ് ലുക്ക് കണ്ടാലോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഫൗണ്ടേഷൻ യൂസ് ചെയ്യാതെ കൺസീലർ യൂസ് ചെയ്യാതെ ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള കുറച്ച് പ്രൊഡക്ട്സ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്കാണ്. സിമ്പിൾ ലുക്കാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഫേസ് ഒന്ന് ടോൺ ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടി യൂസ് ചെയ്യുന്നത് പിൽഗ്രിമിൻ്റെ ഫേസ് മിസ്റ്റ് ആൻഡ് ടോണറാണ്. ആൻഡ് ഈ പ്രൊഡക്ട്സ് എല്ലാത്തിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. വേണ്ടവരൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ടോണർ വെച്ച് ഫേസ് ഇങ്ങനെ നമ്മൾ ഡാബ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഓപ്പൺ പോൾസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കുറയാൻ ഹെൽപ്പ് ചെയ്യും. നമ്മൾ ഈ പ്രൈമറൊക്കെ യൂസ് ചെയ്യില്ല ഹെവി മേക്കപ്പിന്. അപ്പോൾ ബേസിക് ആയിട്ടുള്ള മേക്കപ്പിന് ഞാൻ എവിടേക്കും പോകാത്തതുകൊണ്ട് തന്നെ ജസ്റ്റ് ടോണർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണമെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കുറച്ചൊക്കെ നമുക്ക് ആ സ്വെറ്റിൽ നിന്നൊക്കെ ഒന്ന് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും, അത്രേ ഉള്ളൂ. അതിനുശേഷം ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നുണ്ട്. ഒരു ജെൽ ബേസ്ഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് ഹൈലറോണിക് ആസിഡ് അടങ്ങിയിട്ടുള്ള ഒരു ഹയാലോ ജെൽ എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ലിപ് ബാമിന് വേണ്ടിയിട്ട് ഗുഡ് വൈബ്സിൻ്റെ ഈ ഒരു ലിപ് ബാം യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇത് വെച്ച് ലിപ്സ് നന്നായിട്ട് പ്രിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം ഞാൻ ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ലിപ്സ് ഓവർ ഡ്രൈ ആവാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അതിനുശേഷം ഞാൻ യൂസ് ചെയ്യുന്നത് BB ക്രീമാണ്. ഇത് BB ലൈറ്റ് ക്രീമാണ്. ഇതിൻ്റെ ഓൾറെഡി ഞാനൊരു ഷോർട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ഈ ഒരു BB ക്രീമിൽ SPF 25 അടങ്ങിയിട്ടുണ്ട്. PA++ അതുപോലെ തന്നെ ബ്രോഡ് സ്പെക്ട്രമാണ് കേട്ടോ. ആൻഡ് ഇത് നമുക്ക് ഫൗണ്ടേഷൻ പോലെ തന്നെ സൂപ്പർ ആയിട്ടുള്ള കവറേജ് തരുന്നുണ്ട്. എന്നാൽ ഹെവി ആയിട്ട് തോന്നൂല. നമ്മൾ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുമ്പോൾ കുറച്ച് ഹെവി ആയിട്ട് തോന്നില്ലേ, പക്ഷേ ഇവിടെ അങ്ങനെ തോന്നില്ല കേട്ടോ. അതുപോലെ ഡാർക്ക് സർക്കിൾസ്, പിമ്പിൾ മാർക്സ് ഇതെല്ലാം പോകുന്നുണ്ട്. സോ അത്യാവശ്യം നല്ലൊരു പ്രൊഡക്റ്റാണ് ഈ ഒരു BB ക്രീം പറയുന്നത്. അതിനുശേഷം ഞാൻ ജസ്റ്റ് കോമ്പാക്ട് പൗഡർ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഫേസസ് കാനഡയുടെ കോമ്പാക്ട് പൗഡറാണ്. സോ അടുത്ത ഞാൻ അപ്ലൈ ചെയ്യുന്ന NYBയുടെ ഈ ഒരു ഐലൈനറാണ്. ഇത് വന്നിട്ട് കുറച്ചും കൂടി ലോങ് ലാസ്റ്റിംഗ് ആണ്. അതുപോലെ ഒരു ഗ്ലോസി ഫിനിഷ് വരും. ആൻഡ് നമുക്ക് വാട്ടർ റെസിസ്റ്റൻറ്റ്, അതേപോലെ സ്മച്ച് പ്രൂഫ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഐലൈനർ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും കുറച്ച് ലോങ് ലാസ്റ്റിംഗ് ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ ഐലൈനർ യൂസ് ചെയ്തു. അതിനുശേഷം ഡാസ്ലറിൻ്റെ മസ്കാര യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് മസ്കാര അപ്ലൈ ചെയ്തതിന് ശേഷം അടുത്ത് യൂസ് ചെയ്യുന്നത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് പ്രൊഡക്റ്റാണ്. ഇത് ഡാസ്ലറിൻ്റെ ഷെയ്ഡ് നമ്പർ 25 ആണ് കേട്ടോ. ഇതിൻ്റെയും ഷോർട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാവരും ഈ ഒരു ലിപ്സ്റ്റിക്കിലാണ് കുറച്ചുകൂടി ഹൈപ്പ് പറയുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ബ്ലഷിന് വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്ന ഗുഡ് വൈബ്സിൻ്റെ മാറ്റ് ലിക്വിഡ് ലിപ്സ്റ്റിക് റേഞ്ചിൽ വരുന്ന M1 ആണ്. ആൻഡ് ഷെയ്ഡ് എവറിഡേ മൂവ് ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഷെയ്ഡ് ശരിക്കും ഒരു മജന്ത കൈൻഡ് ഓഫ് ഷെയ്ഡാണ്. ബ്ലഷ് കൂടി അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു പൊട്ടും കൂടി വെച്ചപ്പോൾ നമ്മുടെ കംപ്ലീറ്റ് മേക്കപ്പ് ലുക്ക് ഫിനിഷ് ആയിട്ടുണ്ട്. ഇത് വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിന് ഫൗണ്ടേഷൻ വേണ്ട, കൺസീലർ അപ്ലൈ ചെയ്യേണ്ട, എങ്ങനെയാണെന്ന് അറിയണ്ട. ജസ്റ്റ് കുറച്ച് പ്രൊഡക്ട്സ് മാത്രം യൂസ് ചെയ്തിട്ടുള്ള സിമ്പിൾ മേക്കപ്പ് ലുക്കാണ്. ആൻഡ് ഹെയർ കൂടി ഞാൻ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് അതും ഒന്ന് ചുറ്റി എടുത്ത ശേഷം ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഇയറിങ്സ് ആൻഡ് നെക്ക് ചെയിൻ എന്ന് പറഞ്ഞാൽ വാങ്ങിയിട്ടുള്ളത് ഷോപ്സി എന്ന് പറയുന്ന ആപ്പിൽ നിന്നാണ്. ഷോപ്സിൽ ഞാൻ വാങ്ങിയിട്ടുള്ള കുറേ സെറ്റ് ഓഫ് ഇയറിങ്സ് ആൻഡ് നെക്ക് ചെയിൻസിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്. കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നേരത്തെ കാണിച്ചത് ഇൻഡോറിലുള്ള ഒരു ലുക്കും ഇത് ഔട്ട്ഡോറിൽ വരുന്ന സമയത്ത് നമ്മൾ ശരിക്കും നോർമലി പുറത്തിറങ്ങുന്ന സമയത്തുള്ള ലുക്കുമാണ്. ഇതെന്തുകൊണ്ട് ഞാൻ കാണിച്ചു തരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊട്ടും കേക്കി അല്ല മേക്കപ്പ്. അതുപോലെ ഓവറായിട്ട് മേക്കപ്പ് ചെയ്ത പോലെ ഒരു ഫീലും വരുന്നില്ല കേട്ടോ. സോ ഇന്നത്തെ ഒരു സിമ്പിൾ ആൻഡ് എലഗൻറ്റ് മേക്കപ്പ് ലുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നും യൂസ്ഫുൾ ആയെന്നും വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.